പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നയോളം നടത്തിയ നിൻകരമെനിയും മതി, യാത്രകളിൽ നൽസഖിയായി നിൻ തണലെനിക്കു മതി. ഇന്നയോളം നടത്തിയ നിൻകരമെനിയും മതി, യാത്രകളിൽ നൽസഖിയായി നിൻ തണലെനിക്കു മതി. യേശുവേ സ്നേഹമേ, നിൻ സ്നേഹമെനിക്കു മതി. നാഥനേ പ്രാണനേ, നിൻ കൃപ എനിക്കു മതി. ഈ ജീവൻ നീ തന്ന ദാനം, ഞാൻ പാടും എല്ലാ നാളും. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ മിമ്മൽ എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞാൽ 2025 ജൂൺ മാസം 21 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കടലിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ ആഴങ്ങൾ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഗുഹയുടെ അരികിൽ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ആഴങ്ങളെക്കുറിച്ചാണ് ഞാനിത് നിങ്ങളെ ശ്രദ്ധിക്കുന്നത്. ദാനിയേല് പ്രാർത്ഥന മനുഷ്യനായിരുന്നു. പ്രതിസന്ധിയിൽ തനിക്ക് വിരോധമായി രേഖ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞിട്ട് പ്രാർത്ഥന നിർത്താത്ത ദൈവഭക്തൻ. അവൻ ഇതാ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് തനിക്ക് വിരോധമായി എതിരുകൾ വെളിപ്പെട്ട് കഴിഞ്ഞു. രാജാവിൻ്റെ കൽപ്പന പ്രകാരം ദാനിയേൽ ഇതാ സിംഹക്കുഴിയിലേക്ക് ഇട്ട് കളയുകയാണ്. ഇനി ആർക്കും തുറക്കാൻ പറ്റാത്ത രീതിയിൽ രാജാവിൻ്റെ മോതിരം കൊണ്ടും 17-ാമത്തെ വാക്യത്തിൽ സിംഹക്കുഴിയുടെ വാതിൽ അടച്ചു കളയുകയാണ്. ഇന്ന് ഈ മിനിറ്റ് മുതൽ ചില ആഴങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവത്തെ സേവിക്കുന്നവന് വേണ്ടി ലോകം എത്ര വാതിലടച്ചാലും, ശത്രു എത്ര വാതിലടച്ചാലും എൻ്റെ ദൈവം വാതിലുകൾ തുറക്കും. ഒന്നാമത്തെ ആഴം ശ്രദ്ധിച്ചോ. നിനക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ദൈവം ചില പുതിയ വാതിലുകൾ തുറന്നു വരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നീ കാണാൻ പോവുകയാണ്. രണ്ടാമത്തെ ആഴമെന്ന് പറയുന്നത്, രാജാവിൻ്റെ ഉറക്കത്തെ ദൈവം കെടുത്തുകയാണ്. ദേശത്തിലെ ഉന്നതന്മാരെ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കും. വിശ്വസിക്കുന്നവരുണ്ടോ? രണ്ടാമത്തെ ഏറ്റവും വലിയ ആഴം, എത്ര വഴി അടഞ്ഞാലും, ഇനി എത്ര വാതിലടഞ്ഞാലും നിന്റെ പ്രാർത്ഥന നിർത്തിയില്ലെങ്കിൽ ദേശത്തിലെ ഉന്നതന്മാരെ കൊണ്ട് ദൈവം വഴി തുറക്കാൻ പോവുകയാണ്. ആ ദേശത്തിലെ ഒരു ഭടനയോ ഒരു മന്ത്രിയോ വേറൊരു വ്യക്തിയല്ല ദൈവം എഴുന്നേൽപ്പിച്ചത്. ആ രാത്രിയിൽ രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തി രാജാവ് ദീർഘസമയം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായി കാണുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഭക്തൻ പ്രതികൂലത്തിലൂടെ കടന്നുപോയ സമയം കൂടുതലാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒരു പകലും ഒരു രാവും ദാനിയേൽ ഇതാ പ്രതിസന്ധിയിലൂടെ കയറിയിറങ്ങി. തൻ്റെ ഭക്തന് വേണ്ടി ദൈവം പ്രവർത്തിച്ചതായി കാണുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ മൂന്നാമത്തെ ആഴം, നിന്റെ പ്രതിസന്ധി എത്ര വലുതാണെങ്കിലും എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചലിക്കും. എങ്കിൽ നാലാമത്തെ ആഴമെന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചോ, ദാനിയേലിൻ്റെ അടുക്കൽ ദുഃഖശബ്ദത്തോട് വന്ന് പറയുകയാണ്, നിന്റെ ദൈവം നിന്നെ രക്ഷിക്കാൻ പ്രാപ്തനാണോ? നാലാമത്തെ ഏറ്റവും വലിയ ആഴം എന്ന് പറയുന്നത്, എൻ്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്നുള്ളതാണ്. എത്ര വലിയ കുഴിയിൽ കിടന്നാലും, എത്ര വലിയ പ്രതികൂലത്തിലൂടെ കടന്നുപോയാലും നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്വീകരിക്കാമെങ്കിൽ ഇപ്പോൾ സ്വീകരിച്ചോ. അഞ്ചാമത്തെ ചിന്തയിലോട്ട് വരികയാണ്. ദാനിയേലിനെ ഈ പ്രതിസന്ധിയിൽ, ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവം പേര് മാറ്റി വിളിക്കാൻ പോവുകയാണ്. രാജാവ് ദാനിയേലിനെ വിളിക്കുന്നത്, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നിന്റെ പ്രതിസന്ധിയിലൂടെ നീ കടക്കുമ്പോൾ എൻ്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്
ഈ വാക്യത്തിനകത്തുണ്ട്. ജീവനുള്ള ദൈവം, ആ ദൈവം നിന്റെ പേരിനെ ഈ പ്രതിസന്ധി മാറ്റാൻ പോവുകയാണ്. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു കഴിഞ്ഞു. ഇതാ നിന്റെ പേര് മാറി. ആ പ്രശ്നത്തിനകത്ത്, ആ രോഗത്തിനകത്ത് ഇനി നീ ഒതുങ്ങത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ പേരിൽ നീ അറിയപ്പെടാൻ പോവുകയാണ്. എങ്കിൽ അഞ്ചാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ ഒത്തിരി പേര് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത്, എനിക്ക് മുമ്പേ പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഇപ്പോൾ ഞാൻ ദൈവത്തോട് അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വലിയ പ്രശ്നം കൂടിയിരിക്കുകയാണ്. ദൈവത്തോട് അടുക്കും തോറും പ്രശ്നം കൂടുമെന്ന് പറയുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ പ്രശ്നം കൂടാം. നിനക്ക് ഇതുവരെയും ചിന്തിക്കാത്ത പ്രതിസന്ധികൾ നീ കണ്ടെന്നിരിക്കാം. പക്ഷേ ഉറച്ചു നിൽക്കുന്ന, ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്ന ദാനിയേലിനോട് ചോദിച്ചാൽ അവൻ പറയും, ഈ പ്രശ്നത്തോട് കൂടെ എനിക്കൊരു പുതിയ സീസൺ തുറന്നു വരികയാണ്. അഞ്ചാമത്തെ ചിന്ത ഇതാ, പ്രശ്നത്തോടു കൂടെ നിന്റെ സീസൺ മാറാൻ പോവുകയാണ്. ആ പട്ടണത്തിനകത്ത് വിരോധമായി നിന്നവർ മുഴുവൻ കാണുക, ദാനിയേലിന്റെ ദൈവം ദാനിയേലിന് വേണ്ടി പ്രവർത്തിച്ചു. ഇനി ആർക്കും അവൻ്റെ വഴി അടയ്ക്കാൻ പറ്റത്തില്ല. ഇനി അവനെ ആർക്കും വിരോധമായി നിൽക്കാൻ പറ്റത്തില്ല. കാരണം രാജാവ് ഉൾപ്പെടെ പറയാണ്, ദാനിയേലിന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നം കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് അകന്നു പോകരുത്. ഉറച്ചു നിന്നോ. ഒരു ഭയങ്കര സാക്ഷ്യം നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുകയാണ്. ആറാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നിന്റെ ശത്രു എത്ര വലുതാണെങ്കിലും അവൻ്റെ വായ ദൈവം അടയ്ക്കും. സിംഹങ്ങൾ എത്ര ഉണ്ടെന്ന് അതിനകത്ത് എഴുതിയിട്ടില്ല, എനിക്കത് അറിയത്തില്ല. പക്ഷേ ഞാൻ ആഴം പറയാം, ഒന്നിൽ കൂടുതലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാനിയേലിനെ ആ സിംഹക്കുഴിയിൽ ഇട്ട് വാതിലടയ്ക്കുമ്പോൾ ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരത്തില്ലെന്ന് ലോകം വിശ്വസിക്കുന്ന. കാരണം ശത്രു അവനെ അവസാനിപ്പിക്കുന്നുള്ളതാണ്. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളുടെയും എൻ്റെയും ദൈവം ജീവിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ആ പ്രതിസന്ധിയിൽ നീ തീരാൻ പോവുകയല്ല. ശത്രുവിൻ്റെ വായ ദൈവം അടയ്ക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം അതിശക്തമായി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. സ്വീകരിക്കുക ഒരു വലിയ ദൈവപ്രവൃത്തി, സ്വീകരിക്കുക ഒരത്ഭുതം ഇപ്പോൾ നിന്റെ വെളിയിൽ വെളിപ്പെട്ട് വരികയാണ്. അടുത്ത ഒരു ആഴം ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. നീ ആ ദേശത്തിൽ ഇനി നിന്ദിക്കപ്പെടത്തില്ല. ഏറ്റവും വലിയ ആഴം, ഏഴാമത്തെ വാക്യം, ആ ദേശത്തിൽ നിന്റെ നിന്ദയെ ദൈവം മാറ്റാൻ പോവുകയാണ്. ദാനിയേലിന്റെ ദൈവം അവന് വേണ്ടി അവൻ്റെ നിന്ദയെ എടുത്തു മാറ്റി. ആ സിംഹക്കുഴിയിൽ നിന്ന് കയറി വരുന്നവൻ ദൈവത്തെ ഉയർത്തിക്കൊണ്ടാണ് കയറി വരുന്നത്. എൻ്റെ ദൈവം എന്നെ പ്രാപ്തനാണ് ഈ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിക്കാൻ, ഈ കുഴിയിൽ നിന്ന് കരകയറ്റുവാനായിട്ട്. ഏഴാമത്തെ ചിന്തയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് പറ, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല, എൻ്റെ കർത്താവിൻ്റെ കരകയറ്റുകയാണ്. 34-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോകത്തില്ല. 25-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം പറയുന്നു, അവനെ കാത്തിരുന്നു ലജ്ജിച്ചു പോകത്തില്ല. റോമാലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ ലജ്ജിച്ചു പോകത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമ്മെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവത്തെ ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയുകയാണ്. ദൈവത്തെ സേവിക്കുന്നതിൽ മടുത്തു പോകരുത്, ഉറച്ചു നിൽക്കുക. അങ്ങനെയുള്ളവർ ഒരുമിച്ച് എന്നോട് പ്രാർത്ഥിച്ചോ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതം, വലിയ ദൈവപ്രവൃത്തി മണിക്കൂർ വെളിപ്പെട്ട് വരട്ടെ. ഇവരുടെ ദൈവം ജീവിക്കുന്നു എന്ന് പറയുവാൻ ലജ്ജകളെ നീക്കിക്കൊണ്ട്, അപമാനത്തെ മാറ്റിക്കൊണ്ട് ഒരു അത്ഭുതത്തെ അങ്ങ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും. എല്ലാ ദിവസവും 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. അനേക ആയിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട്. ചില വർഷങ്ങളായി ഈ ആരാധന നടക്കുന്നു. നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.